ഹലോ ഗൈസ്, എല്ലാവർക്കും പോക്കറ്റ് ടെക് ബ്ലോഗ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പോക്കറ്റ് ടെക് മലയാളത്തിൽ നിന്ന് നമ്മൾ പോക്കറ്റ് ടെക് ബ്ലോഗ്സിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് 300 അടുപ്പിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. 298 എത്തിയിട്ടുണ്ട്. 2 സബ്സ്ക്രൈബേഴ്സിനെ കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം നമ്മുടെ ഫ്ലിപ്കാർട്ടിന് ഒരു പെട്ടി ഇതുമെല്ലാം ഇരിപ്പുണ്ട്. പിന്നെ എൻ്റെ ഒരു ട്രൈപോഡ് ഇരിപ്പുണ്ട്. അതെൻ്റെ പഴയ ട്രൈപോഡാണ്. ഇപ്പം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയ ട്രൈപോഡിലാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സിൽ ഓർഡർ ചെയ്ത 1-2 സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ട്രൈപോഡും പവർ ബാങ്കും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് സമയം കളയാതെ തന്നെ ആദ്യം പവർ ബാങ്കും പിന്നീട് നമ്മുടെ പവർ ബാങ്കാണ് അവിടെ കത്തി നിൽക്കുന്ന സാധനം. ഓക്കെ, അപ്പോൾ നമ്മുടെ പവർ ബാങ്കും ട്രൈപോഡും നമുക്ക് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒന്ന് കാണാം. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനോട് വെറുതെ കിടക്കുകയാണ്, ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക. വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കേജ് എന്ന് പറയുന്നത്. പവർ ബാങ്ക് ആണ് ഇതിനുള്ളിലുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു സെക്കൻഡ് ഓഫ് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ പവർ ബാങ്ക് പൊട്ടിച്ചു. അത് കയറുമ്പോഴായിട്ട് ഇതാണ് നമ്മുടെ പവർ ബാങ്ക്. ആ പെട്ടിക്കകത്ത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പവർ ബാങ്കും പിന്നെ അതിൻ്റെ ബില്ലും അകത്തിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പെട്ടി നമുക്ക് ജസ്റ്റ് അപ്പുറത്തേക്ക് ഇട്ടേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ബാങ്ക്. ഓക്കെ, കവർ കുഴപ്പമില്ല, നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ഷീറ്റും വെച്ചിട്ടുണ്ട് അതിനൊരു പ്രൊട്ടക്ഷനായിട്ട്. ഓക്കെ, അത് കുഴപ്പമില്ല, കൊള്ളാം. അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ബാക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസിൽ കാണാം. ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 10,000 mAh ആണ്. പിന്നെ അതിൻ്റെ പ്രൈസ് MRP കൊടുത്തേക്കുന്നത് 1799 രൂപ, അതായത് 1800 രൂപയെന്നാണ്. പക്ഷേ ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് 880 രൂപയൊക്കെ അടുപ്പിച്ചാണ് വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം വലിയൊരു കാര്യം. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനം അങ്ങനെ നമ്മൾ അൺബോക്സ് ചെയ്ത് പുറത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ബാങ്ക് എന്ന് പറയുന്നത്. ഡിസൈൻ കൊള്ളാം. ഡിസൈൻ വൈസ് ഒക്കെ അത്യാവശ്യം നല്ലൊരു ഡിസൈനും കാര്യങ്ങളും ഉണ്ട്. ഓ ഗൈസ്, നമ്മുടെ ബാക്ക് സൈഡിലായിട്ട് ഇയർഫോൺസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ സംഭവം എന്നറിയാൻ വയ്യ. പവർ ബാങ്കിൻ്റെ ബാക്കിൽ ഇയർഫോൺസ് എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. എന്തായാലും അതെന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ബാങ്ക് കയ്യിൽ വന്നിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ആ പേപ്പറും കാര്യങ്ങളും നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു യൂസർ മാനുവലാണ്. ബാക്കിലായിട്ട് പവർ ബാങ്ക്സ്. ഓ ഗൈസ്, അത് സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ പ്രോഡക്റ്റ്സ് എല്ലാത്തിൻ്റെയും പേരുകൾ കൊടുത്തേക്കാണ്, അല്ലാതെ ഇയർഫോണൊന്നല്ല. എല്ലാ പ്രോഡക്ട്സിൻ്റെയും പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ഷോപ്പ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതെല്ലാം നമുക്ക് വെച്ചേക്കാം. ഇതൊരു യൂസർ മാനുവലാണ്. എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ബാങ്ക്. നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഒരു ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സാധനം കുഴപ്പമില്ല. തുടക്കത്തിൽ തന്നെ അതിനകത്ത് കുറച്ച് അഴുക്ക് മുകളിൽ പറ്റിയിരിപ്പുണ്ട്. ഓക്കെ, അത് കുറച്ച് മോശമായിപ്പോയി, ഒരു വലിയ ഇമ്പ്രഷൻ ഇല്ല. ഓക്കെ, സൈഡിലൊരു ഉണ്ട്, മുകളിലായിട്ടൊരു ടോർച്ച് ഉണ്ട്. അപ്പോൾ ഞാൻ പൊക്കി കാണിച്ചത് ഇതാണ് നമ്മുടെ ടോർച്ച് എന്ന് പറയുന്നത്. പിന്നെ ഇത് ജസ്റ്റ് ഓണാവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാറ്ററി ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ അത് വർക്കായിട്ടുണ്ട്. ടോർച്ച് എങ്ങനെയാണ് ഓൺ ആവുന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് എൻ്റെ അതിനകത്ത് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഓൺ ആവുമായിരുന്നു. പക്ഷേ ഇത് ഓൺ ആവുന്നില്ല. എന്താ സംഭവം എന്നറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഞാനൊന്ന് ഫിഗർ ഔട്ട് ചെയ്യട്ടെ എങ്ങനെയാണ് ടോർച്ച് ഓൺ ആക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അത്ര ക്വാളിറ്റി ഇല്ല. ബാക്കിലായിട്ട് റേറ്റിങ്ങും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, എത്ര ആംബിയർ ആണെന്നൊക്കെ. ഓക്കെ, അപ്പം ജസ്റ്റ് ഒരു കൊള്ളാം. ഈ ഒരു പ്രൈസ് 400 rupees പ്രൈസിന് നോക്കുമ്പോൾ സാധനം നല്ലൊരു ഫീലുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ടോർച്ച് ഓൺ ആക്കാനായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഡബിൾ ടാപ്പ്, അതായത് ഒരു റൗണ്ട് ടാപ്പ് ചെയ്തിട്ട് പിന്നെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ടോർച്ച് ഓൺ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ സാധനം കൊള്ളാം, അത്യാവശ്യം നല്ല ബ്രൈറ്റാണ്. നമുക്ക് നല്ല രീതിയിൽ ലൈറ്റപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് സംഭവിക്കും. ഓക്കെ, ലൈറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പവർ ബാങ്കിൻ്റെ ഒരു ഇംപ്രഷനാണ് ഞാൻ ഇന്നിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു പവർ ബാങ്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് വന്നിട്ടുള്ള സാധനം എന്താ പറയുക, ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല വെയിറ്റ് ഉണ്ട്. ഒന്ന് താഴെ വീണാലും നല്ല രീതിയിൽ ഇത് പൊട്ടും. കാര്യം നല്ല വെയിറ്റും ഉണ്ട്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നല്ല കുറവാണ്. ഇതിന് ഫ്ലിപ്കാർട്ടിൽ വരുന്ന ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 850 രൂപയുടെ സാധനം നമുക്ക് ഇപ്പോൾ 400 രൂപയ്ക്ക് ഇത് കിട്ടും. ഓക്കെ, ഇപ്പോഴും ദീപാവലി സെയിലിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് 400 രൂപയ്ക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. എല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഈ ഒരു ടോർച്ച്, ഇതാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട്. ഇതിൻ്റെ ഈ ഒരു റൊട്ടേറ്റബിൾ ആയിട്ടുള്ള ടോർച്ച് വരുന്നുണ്ട്. നമുക്ക് ലൈറ്റിങ്ങിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം നമ്മുടെ ചാനലിൽ തന്നെ. അപ്പോൾ ഈ ഒരു ടോർച്ച് കിട്ടില്ല. പകരം നിങ്ങൾക്ക് ഇവിടെ 3 സ്ലോട്ട്സ് കാണാനായിട്ട് സാധിക്കും. അതിൽ 3 സ്ലോട്ടില്ല, 2 സ്ലോട്ടുകൾ. അത് മാത്രമല്ല, ഇത് 3-ൽ ഒരെണ്ണം 2.1 ആംപിയർ, ഒരെണ്ണം 1 ആംപിയർ, ഒരെണ്ണം അതിൽ കുറച്ചുകൂടെ സ്ലോ ആയിട്ട്. പക്ഷേ സാധനം അത് കിട്ടിക്ക്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്, കയ്യിൽ ഒതുക്കും. പക്ഷേ
വെയിറ്റ് ഇച്ചിരി കൂടുതലാണ്. ആൻഡ് അത് പെർഫെക്റ്റ് ബാലൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, ബാലൻസ് ചെയ്തിട്ടുണ്ട് വെയിറ്റ്. അപ്പം ഇങ്ങനെ ഒരു സൈഡിലോട്ട് അങ്ങനെ പോകാത്ത പ്രശ്നമൊന്നുമില്ല. പക്ഷേ സാധനം ഇച്ചിരി ഹെവിയാണ്. പിന്നെ ഈ ടോർച്ച് നല്ല ഹാൻഡിയാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടോർച്ചാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കിങ്ങനെ നല്ല രീതിയിൽ സാധനം യൂസ് ചെയ്യാം. ഈവൻ ലൈറ്റിംഗ് ആയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ടോർച്ച് യൂസ് ചെയ്യാം. ഓക്കെ, അത് പക്കായാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളിലൊന്നും യാതൊരു സീനും ഇല്ല. നമുക്ക് അത്യാവശ്യം എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം. മെയിനായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ബിൽഡ് ക്വാളിറ്റി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. 400 രൂപയ്ക്ക് കിട്ടിയ പ്രൊഡക്റ്റ് ആണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും പക്കായാണ്. ഓക്കെ, പക്ഷേ ഇത് നിങ്ങൾ 850 രൂപയ്ക്കൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബിൽഡ് ക്വാളിറ്റി അത്ര ഒരു സുഖം കാണില്ല. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ലെവൽ ക്വാളിറ്റി കിട്ടത്തില്ല. പിന്നെ ഇതിനകത്ത് നൈസായിട്ടൊരു ടെക്സ്ചർ അവരിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഇപ്പോൾ ഒരു നൈസൊരു ടെക്സ്ചറൊന്നും ഇതിനകത്ത് ആംബ്രേൺ എന്നുള്ള കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ സാധനം പൊട്ടിച്ചപ്പോൾ തന്നെ ഇതിനകത്ത് ഓൾറെഡി കുറച്ച് അഴുക്ക് പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അത് തുടച്ചാൽ പോകുമെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും നോക്കിയില്ല. അതേപോലെ ഇതിനകത്ത് എനിക്കൊരു ഡീമെറിറ്റ് ആയിട്ട് തോന്നിയത് പ്രൊഡക്റ്റിനകത്ത് ഇനി ഇത് ഞാൻ ചാർജ് ചെയ്യട്ടെ, 100% ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാം. അപ്പോൾ എന്തായാലും അതിനെപ്പറ്റി ഞാൻ പിന്നീടൊരു വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അതിനെപ്പറ്റി ചാർജ് കാര്യങ്ങൾ എങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ വേറൊരു വീഡിയോയിൽ അതും കൂടെ ഉൾപ്പെടുത്താം. പിന്നെ നമുക്ക് ട്രൈപോഡിൻ്റെ കാര്യത്തിലേക്ക് കടക്കാവേ. ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രൈപോഡാണ് നമ്മൾ അടുത്തായിട്ട് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. സാധനം നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പെട്ടി വന്നിട്ടുണ്ട്. പെട്ടി നൈസിനൊന്ന് പുറത്തേക്ക് എടുക്കാം. ആ കവർ നമ്മൾ എപ്പോഴത്തെ പോലെ തന്നെ പുറത്തേക്ക് നമുക്ക് ചുരുട്ടിക്കൂട്ടിയാൽ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും തന്നെയില്ല, ബില്ലൊന്നും അതിനകത്ത് ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള പാക്കിംഗ് ആയിരുന്നു. സൈഡെല്ലാം ചളങ്ങി ചമ്മന്തിയായി കിടക്കുകയാണ്. ഓക്കെ, അപ്പം സാധനത്തിൻ്റെ പാക്കിങ് ഭയങ്കര മോശമായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ഹോൾഡർ, ഓക്കെ, അത് പൊളി സാധനം. ഓക്കെ ഗൈസ്, ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക എൻ്റെ ഇരിക്കുന്നതിനെക്കാട്ട് അടിപൊളി സാധനമാണ്. നല്ല എത്ര എന്താ പറയുക സ്പീഡിൽ വലിച്ചിട്ട് നല്ല ഒരു ക്വാളിറ്റിയിൽ തന്നെ വരുന്നുണ്ട്. അത് വലിയൊരു തംസപ്പ്. ഓക്കെ, അകത്തൊരു എന്താ പറയുക ഒരു ക്ലോത്ത് മെറ്റീരിയലിൻ്റെ സാധനമുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ കവറെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും കളഞ്ഞേക്കാം, ബോക്സിന് ഒന്നിനും കൊള്ളില്ല. അപ്പോൾ ഈ കവറിനകത്താണ് നമ്മുടെ ട്രൈപോഡ് ഇരിക്കുന്നത്. നൈസിന് ഞാൻ സാധനം ഒന്ന് പുറത്തേക്ക് എടുത്തോട്ടെ. ഓക്കെ, അങ്ങനെ നമ്മുടെ ട്രൈപോഡ് പുറത്തെത്തിയിട്ടുണ്ട്. ആൻഡ് ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ യൂസ് ചെയ്തിരുന്ന ട്രൈപോഡിനെക്കാട്ടും നല്ല സ്മൂത്താണ് സാധനം. നല്ല ഒഴുകി പോകുന്നുണ്ട്. ആൻഡ് ആയിട്ടൊരു ലെവൽ ഉണ്ട്, എന്താ പറയുക നമ്മൾ കറക്റ്റ് അളവിലൊക്കെയാണ് വെച്ചേക്കുന്നതെന്ന് അറിയാനായിട്ട്. ആൻഡ് ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്ത ട്രൈപോഡിൻ്റെ ഓൾമോസ്റ്റ് സെയിം സാധനങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ ലെഗിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. സാധനം കണ്ടിട്ട് നല്ല ലുക്കുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റാൻഡും കാണാൻ അത്യാവശ്യം നല്ല ലുക്കുണ്ട്. ഓക്കെ, ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ട്രൈപോഡ്. അത് നേരെ ഫുൾ നൂത്ത് വെക്കുമ്പോൾ ഈ ഒരു രൂപത്തിലാണ് സാധനം ഇരിക്കുന്നത്. ആൻഡ് സാധനം കൊള്ളാം കേട്ടോ. ഓവറോൾ എനിക്ക് നല്ലൊരു ഇമ്പ്രഷനാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ മൂവ്മെൻറ്റ്സും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ്. ലെഫ്റ്റ് റൈറ്റും പിന്നെ അപ്പും ഡൗണും എല്ലാം നല്ല രീതിയിൽ തന്നെ ഇതിൽ പോകുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം നൈസാണ്, വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്ത്, അതായത് ഈ ഒരു സ്റ്റാൻഡിങ്ങനെ ആക്കിയപ്പോൾ തന്നെ ഇതിൽ കിട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ലെഗിൻ്റെ ഈ ഒരു എഡ്ജ്, അതായത് ഈ ഒരു ഹോൾഡർ ഒടിഞ്ഞു പോയി ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഈ വീഡിയോയിൽ ബാക്കി പറയാം. ഗൈസ്, ഞാൻ ട്രൈപോഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ. സാധനത്തിൻ്റെ ആ ഒരു ലെഗ് തുടക്കത്തിൽ തന്നെ ഒടിഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ സീനൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു ലെഗിൻ്റെ ഒരു പാർട്ട്, ഒരു കുഞ്ഞ് ലോക്കിൻ്റെ പാർട്ട് ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു സാർട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ 200-300 സംതിങ് റുപ്പീസാണ് ഈ ഒരു നമ്മുടെ ട്രൈപോഡിൻ്റെ വില എന്ന് പറയുന്നത്. 300 രൂപയ്ക്ക് നിങ്ങളിത് വാങ്ങാതെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്, എനിക്കൊന്ന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രൈപോഡ് എന്ന് പറയുന്നത് ആമസോണിൻ്റെ എക്സ്ക്ലൂസീവായിട്ട് വരുന്ന ട്രൈപോഡാണ്. അത് ഒട്ടുമിക്ക യൂട്യൂബേഴ്സൊക്കെ, അത് വ്ളോഗേഴ്സൊക്കെ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. പൊളിയായിട്ടാണ് ആമസോൺ ബേസിക്സിൻ്റെ ട്രൈപോഡാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ അത് നല്ല വില കൂടുതലാണ്. ഇപ്പോൾ കുറച്ച് വില കുറവുണ്ടെന്ന് തോന്നുന്നു. 800 രൂപയ്ക്കാണ് അതിൻ്റെ വില. 700-600 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. അതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി കൂടിയ ട്രൈപോഡ് എന്ന് പറയുന്നത്. മൊബൈലിനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ പ്രൈസില്ല ഈ ഒരു സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ഈ ഒരു റേഞ്ചിൽ വരുന്ന ബാക്കിയുള്ള ട്രൈപോഡിനെക്കാട്ടും നല്ല രീതിയിൽ ക്വാളിറ്റി ഉണ്ട്. എൻ്റെ ആ സാധനത്തിനെക്കാട്ടും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഈ ട്രൈപോഡിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണത്. കാര്യം ഇവരെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു തിക്നെസ് കൂടുന്നതനുസരിച്ച് ഈ ഒരു ലോക്ക് പിടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ലോക്ക് ഒടിഞ്ഞു പോയിട്ടുള്ളത്. എന്തായാലും കുഴപ്പമില്ല, ഇത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ലോക്ക് ചെയ്ത് ആ ഒരു ബുഷിൽ തന്നെ വെച്ചേക്കാണ്. വേറെ സീനൊന്നുമില്ല, സാധനം പക്കാണ്. എന്തായാലും എൻ്റെ ഒരു ഒപ്പീനിയൻ, എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൊന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക എന്ന് ഞാൻ പറയും ഈ ഒരു ട്രൈപോഡ്. പക്ഷേ പ്രൈസ് റേഞ്ചിൽ ബാക്കിയുള്ളതിനെക്കാട്ടും കുറച്ചുകൂടെ
ബെറ്റർ സാധനമാണ്. ഒരു കൊച്ചു വീഡിയോ ഇവിടെ തീരുകയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക്സ് എല്ലാം കൊടുത്തേക്കാം. ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റിൻ്റെയും പിന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ്റെയും ലിങ്ക് കൊടുത്തേക്കാം. ട്രൈപോഡ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ട്രൈപോഡ് നിങ്ങൾ ഒഴിവാക്കിയേക്കുക. പകരം നമ്മുടെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ആമസോൺ ചോയ്സസ് എന്നുള്ള ആ ഒരു സാധനം എടുക്കുക. ആമസോൺ ചോയ്സിൻ്റെ ഒരു ബ്രോൺസ് കളറുള്ള സാധനമാണ് അത്. നിങ്ങൾ ഈ സാധനം ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ മാക്സിമം ബുക്ക് ചെയ്യാനായിട്ട് നോക്കുക. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, പക്ഷേ കുറച്ചുകൂടെ പ്രൈസാണ്. അപ്പോൾ എന്തായാലും അത് ഒന്നാമത്തെ കാര്യം. പിന്നെ പവർ ബാങ്കിൻ്റെ കാര്യം നോക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആംബ്രൈൻ്റെ തന്നെ ഈ ഒരു മോഡൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഞാനിത് എടുത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 3 പോർട്സ് വരുന്നുണ്ട്. ഞാൻ 3 ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് 3 പോർട്സിൻ്റെ യൂസ് വരും. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ആ ഒരു ലൈറ്റിങ്ങിൻ്റെ ആവശ്യം വരും. അത് രണ്ടും എനിക്ക് നല്ല ഹാൻഡി ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. പക്ഷേ ഈ 2 സംഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ട, അതായത് ഈ ഒരു ലൈറ്റും 3 പോർട്ടും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ വേറൊരു വെർഷൻ വരുന്നുണ്ട്, കുറഞ്ഞ സൈസ്, അതായത് കുഞ്ഞ സൈസും കുറച്ചുകൂടെ ഹാൻഡി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വരുന്നുണ്ട്. കൂടുതൽ കളർ വേരിയൻസ് ഉണ്ട് ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാം. അതിൻ്റെ ലിങ്ക് അല്ല ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാണും, നിങ്ങൾ നേരെ ഡിസ്ക്രിപ്ഷനിലേക്ക് വിട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. പിന്നെ ഈ ഒരു ട്രൈപോഡോ അല്ലെങ്കിൽ പവർ ബാങ്കോ ഒക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കൂട്ടുകാർ കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ ഗൈസ്.